ഒരു ഞെട്ടിക്കുന്ന സത്യം, ഇത്രയും നാൾ മറഞ്ഞുകിടന്ന കഥ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ശരണ്യ തനിക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് ആദ്യമായി തുറന്നു പറയുകയാണ്. അത് കേട്ട അലീന പൂർണ്ണമായും ഞെട്ടിപ്പോകുന്നു. രോഹിത്തിനെക്കുറിച്ച് അവൾക്ക് ഉണ്ടായിരുന്ന ധാരണ ഇപ്പോൾ മുഴുവൻ മാറുകയാണ്. അലീന ശരണ്യയോട് പറയുന്നു, മനസ്സിൽ ഉള്ളത് ഒളിച്ചുവെക്കരുത്, പുറത്തേക്ക് പറഞ്ഞാൽ മാത്രമേ നിനക്ക് ശാന്തി കിട്ടൂ. ആ ഉറപ്പിൽ ശരണ്യ എല്ലാം തുറന്നു പറയുന്നു. അന്ന് ഹരി ബർത്ത് ഡേ പാർട്ടി എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്, പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്തോ ശരിയല്ലെന്ന് തോന്നി. കുടിക്കാൻ നൽകിയ വെള്ളത്തിൽ പോലും മയക്കുമരുന്ന് കലർത്തിയിരുന്നതായി ശരണ്യ പറയുന്നു. തലകറക്കം വന്നപ്പോൾ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി. അതിനുശേഷം അവൾക്ക് ഒന്നും ഓർമ്മയില്ല. ഇടയ്ക്കൊന്ന് ബോധം വന്നപ്പോൾ അവൾ കേട്ടത് രോഹിത്തിനെ പരിഹസിക്കുന്ന വാക്കുകൾ. ആദ്യമേ പേടിച്ച് ഓടിപ്പോയി എന്ന് അവനെ കളിയാക്കുകയായിരുന്നു മറ്റുള്ളവർ. അതേസമയം യഥാർത്ഥ ഭീകരത സംഭവിച്ചത് മറ്റുള്ള 3 പേർ ചേർന്നാണ് ശരണ്യയെ ഉപദ്രവിച്ചത്. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന സത്യം, രോഹിത്ത് അവളെ തൊട്ടുപോലുമില്ല. മെഡിക്കൽ റിപ്പോർട്ടും അതേ കാര്യമാണ് പറയുന്നത്. ഇത് കേട്ട അലീന പൂർണ്ണമായും തകർന്നുപോകുന്നു. അപ്പോൾ നിരപരാധിയായ ഒരാള് ഇപ്പോൾ ജയിലിലാണോ എന്ന തിരിച്ചറിവ് അവൾക്ക് വരുന്നു. പക്ഷേ ശരണ്യയ്ക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. മൊഴിയിൽ മാറ്റം വരുത്താൻ ഇനി കഴിയില്ല. 4 പേർക്കുമെതിരെ കേസ് എടുത്തു. അലീന ചോദിക്കുന്നു, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം, പക്ഷേ നിരപരാധിയായ ഒരാൾ രക്ഷപ്പെടണ്ടേ? ഇപ്പോൾ ഒരു നിർണായക തീരുമാനത്തിന് മുന്നിലാണ് ശരണ്യ. ഞാൻ ഇനി എന്തു ചെയ്യണം എന്ന് അവൾ ചോദിക്കുന്നു. അലീന പറയുന്നു, ഇത് എനിക്ക് ആലോചിക്കാൻ സമയം വേണം, ശരിയായ തീരുമാനം എടുക്കാം. ഈ സത്യം അറിഞ്ഞപ്പോൾ അലീനക്ക് ഒരു വലിയ ആശ്വാസം. കാരണം സ്വന്തം സഹോദരൻ രോഹിത്ത് ആ ക്രൂരകൃത്യത്തിൽ പങ്കാളിയല്ല. ഈ വിവരം അവൾ ഉടൻ തന്നെ ബാലചന്ദ്രനോട് പങ്കുവയ്ക്കുന്നു. അച്ചായ, രോഹിത്ത് നിരപരാധിയാണ്. ഇത് കേട്ട ബാലചന്ദ്രന് ഒരുപാട് ആശ്വാസം. തന്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. ഇപ്പോൾ പ്രതീക്ഷയുടെ ഒരു കിരണം. ശരണ്യ സത്യം തുറന്നു പറഞ്ഞാൽ രോഹിത്തിനെ രക്ഷിക്കാനുള്ള വഴി തുറക്കും. ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ നേരിട്ട് കുറ്റം ചെയ്തിട്ടില്ലാത്തതിനാൽ കോടതിയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്.